എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ധനസഹായങ്ങൾ എത്തുവാനായിട്ട് പോവുകയാണ്. അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാർ തുക നൽകുവാനായിട്ട് പോവുകയാണ്. 2000 അല്ല 4000 രൂപ വരെയാണ് നമുക്ക് ഫെബ്രുവരി മാസം 25-ാം തീയതി മുതൽ അങ്ങോട്ട് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ക്രെഡിറ്റ് ആകുവാൻ പോകുന്നത്. അതായത് 1 കോടിക്കടുത്ത് ഗുണഭോക്താക്കൾ ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പ്രകാരം 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുമാണ് ധനസഹായം എത്തിച്ചേരുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങുന്ന ഗുണഭോക്താക്കളുമുണ്ട്. എല്ലാവർക്കും തന്നെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തേത് കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയാണ്. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ 2000 രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിതരണ ഡേറ്റ് കൂടി മാത്രമേ ഇനി സ്ഥിരീകരിക്കുവാനുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ, അതായത് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപയിൽ 2000 രൂപ ഇൻസ്റ്റാൾമെന്റ്, അതായത് അടുത്ത ഒരു ഗഡു എന്ന് പറയാം, 22ാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആക്റ്റീവ് ആയിട്ടുള്ളവർക്കായിരിക്കും ധനസഹായം ലഭിക്കുന്നത്. ഇനി പെൻഡിംഗ് മുടങ്ങിപ്പോയിട്ടുള്ള ആനുകൂല്യം ഉണ്ടെങ്കിൽ അതുകൂടി അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു സഹായം വിതരണം നടത്തുന്നത് പ്രധാനമായിട്ട് ക്ഷേമ പെൻഷന്റെ വിതരണമാണ്. ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വഴി പദ്ധതി വഴി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സഹായം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ധനസഹായങ്ങൾ, ഇങ്ങനെയുള്ള സ്കീമുകൾ എല്ലാവരും ഉൾപ്പെടുന്നവർക്ക് 2000 രൂപ വീതം ലഭിക്കുന്നതാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കാര്യം സർക്കാർ ഈ ഒരു സമയത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പിന്നീടായിരിക്കും അവർക്ക് വിതരണം നടത്തുന്നത്. അത് മാത്രമല്ല 1600 വീതമുള്ള ഗഡുക്കളായിട്ടാണ് അവർക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ 25-ാം തീയതി മുതൽ അങ്ങനെയുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി മുഖേന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം തന്നെ 25-ാം തീയതി മുതൽ വിതരണം നടക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. 50 കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിക്കുകയും സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2000 രൂപ വീതം കേന്ദ്ര സർക്കാരിന്റെ വീതം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ 2000, ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ 4000 രൂപയോളമാണ് നമ്മുടെ വീടുകളിലേക്ക് ഈ ഒരു സമയം എത്തിച്ചേരുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പദ്ധതിയിൽ എല്ലാവരും അംഗങ്ങളായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.